അർപ്പിത പാർട്ട് 7. സിദ്ധുവിൻ്റെ അമ്മ തങ്ങളെയും ഒപ്പം കൂട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അപ്പുവും ഐഷുവും പരസ്പരം ഒന്ന് നോക്കി. അവർക്ക് ഒട്ടും തന്നെ മനസ്സില്ലായിരുന്നു. ആ അമ്മയുടെ മനസ്സ് നോവിക്കാനും അവർ തയ്യാറല്ലായിരുന്നു. എങ്കിലും സ്നേഹത്തോടെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി, ഞങ്ങൾ വരാം എന്ന്. പക്ഷെ ഇപ്പോഴില്ല, ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം ഈ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളാനും. അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്. അതിനുശേഷം അമ്മയും അച്ഛനും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തിയിരിക്കും, എൻ്റെ ദേവൂസിൻ്റെ അടുത്തേക്ക്. ഐഷു സ്നേഹത്തോടെ തന്നെ എല്ലാം സിദ്ധാർത്ഥിൻ്റെ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കി. മനസ്സില്ലാ മനസ്സോടെ തന്നെയാണ് സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്നും പോയത്. സിദ്ധുവും അഖിലും അപ്പോഴും അവരെ തന്നെ നോക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ഐഷു അവർ രണ്ടുപേരുടെ അടുത്തേക്ക് ചെന്ന്, എന്തേ നിങ്ങൾ രണ്ടും പോകുന്നില്ലേ? എങ്ങോട്ട്? നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക്. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റല്ലേ? അത് ഞങ്ങളിവിടെ താമസമാകുന്നതിന് മുമ്പ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഫ്ലാറ്റല്ല, ഇതിപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റാണ്. ഞങ്ങളുടെ ദേവു ഇത് ഞങ്ങൾക്ക് താമസിക്കാൻ തന്ന ആ നിമിഷം തൊട്ട് ഇത് ഞങ്ങളുടെ. ഇവിടെ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. എവിടെ 2 പെൺകുട്ടികൾ? അതുകൊണ്ട് അകത്തോട്ടൊന്ന് പോയി ഞാൻ അകത്തോട്ട് പോയത് പെണ്ണായെന്ന് പറയാം, പക്ഷെ നീ പെണ്ണാന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. അഖിൽ ഐഷുവിനെ നോക്കി പറഞ്ഞു, എന്താണോ തനിക്ക് വല്ല സംശയമുണ്ടോ? എന്നാൽ വാടോ, ഞാൻ തീർത്തു തരാം. എൻ്റെ സംശയമെല്ലാം ഞാൻ പയ്യെ തീർത്തോളാം. ഇപ്പോൾ മോള് പോയി ചേട്ടന്മാർക്ക് ഓരോ കോഫി കൊണ്ടുപോകും. കോഫിയോ? എന്തേ കേട്ടിട്ടില്ലേ നീ കോഫിന്ന്? അതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ കോഫി ഇട്ട് തരുന്നത്? പോയി എടുത്തോണ്ട് വാടി. അഖിലൊന്ന് ഒച്ച വെച്ചതും അപ്പോൾ തന്നെ ഐഷു അടുക്കളയിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം ഒരു കോഫിയുമായി വരുന്നത് അപ്പോൾ റൂമിലിരുന്ന് കണ്ടു. ഇതാർക്കാ ഇവൾ കോഫിയും കൊണ്ട് പോകുന്നത് എന്നറിയാൻ വേണ്ടി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതും അവർ രണ്ടുപേരും അവിടെ സെറ്റിയിലുണ്ട്. ഐഷു അവർക്ക് കോഫി നീട്ടി. അഖിലും സിദ്ധും അതിൽ നിന്നും ഓരോ കോഫി എടുത്തതിന് ശേഷം തൻ്റെ അച്ഛൻ എന്താണ് ഇവരെ ഇത്ര പെട്ടെന്ന് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും അതുമാത്രമല്ല അവരോടൊരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ സംസാരിക്കുന്നതും സിദ്ധു ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ കാര്യം അറിയണം, അതുതന്നെയായിരുന്നു മെയിൻ റീസൺ. അത് പിന്നെ ഐഷു സിദ്ധു ഒന്ന് വിക്കി, എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം സാർ കൂടുതൽ കിടന്ന് വിൽക്കണ്ട. സാറിനിപ്പോൾ അറിയണം മാധവ് സാർ എന്തുകൊണ്ട് ഞങ്ങളെ സ്നേഹത്തോടെ സംസാരിക്കുന്നു, എന്തിനും നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചുവെന്ന്. അത്രത്തോളമല്ല ഉള്ളു. സാറിൻ്റെ അച്ഛൻ ഒരു കൂട്ടുകാരൻ്റെ മകളെ അന്വേഷിച്ച് നടന്നത് സാറിനറിയാമോ? അറിയാം, ബാലനങ്ങളുടെ മകളല്ലേ. അച്ഛൻ ഒരുപാട് നാളുകൊണ്ട് ആ പെങ്കൊച്ചിനെ അങ്ങനെ അന്വേഷിച്ച് നടക്കുക. അതുകൊണ്ട് എന്താ അച്ഛൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ബിസിനസ് എല്ലാം ഞങ്ങളുടെ തലയിലാണ്. കുറച്ച് എൻജോയ്മെൻറ്റും അടിപൊളി ലൈഫും കുറച്ച് അടിപൊളിയുമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഞങ്ങളുടെ ലൈഫ് അച്ഛനായിട്ട് തകിടം മറിച്ചു. ഇവിടുത്തെ ബിസിനസ്സും ഉള്ള ടെൻഷനും എല്ലാം ഇപ്പം ഞങ്ങളുടെ തലയിലാണ്. അത്രയും സിദ്ധു പറഞ്ഞു നിർത്തിയതും, എന്താടാ സിദ്ധു നീ ഒരു കാര്യം കൂടി വിട്ടുകളഞ്ഞത്? എന്തെന്നർത്ഥത്തിൽ ഐഷു അഖിലിനെ ഒന്ന് നോക്കി. അതെന്താണെന്നറിയുമോ ഐഷു, ഈ ബാലനങ്ങളുടെ മകളെ നമ്മൾ സിദ്ധുവിന് വേണ്ടി ഒന്ന് ആലോചിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലടോ, അവരുടെ ഫാമിലി 2 പേർക്കും ഇഷ്ടമാണ്. ഇനി സിദ്ധു പെങ്കൊച്ചിനെ കണ്ടൊന്ന് ഇഷ്ടം പറഞ്ഞ് എസ് മൂളിയാൽ മതി. അതിനിടയ്ക്കായിരുന്നു ബാലനങ്ങളുടെയും ഭാര്യയുടെയും മരണം. അതോടുകൂടി ആ കൊച്ചിനെ കാണാനുള്ള മാർഗവും ഇല്ലാതായി. ഞാനും മനസ്സിൽ ഒരുപാട് കണക്കൂട്ടിയത്. താനെന്തോ കണക്കൂട്ടിയത്? അത് സിദ്ധു ആ കൊച്ചിനെ കല്യാണം കഴിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ ഞാനും പ്രേമിച്ച കല്യാണം കഴിക്കാം. അന്നേരം പിന്നെ ആ കൊച്ചിൻ്റെ കൂടെ തന്നെ എനിക്കും ഒരു ജീവിതമാകുമല്ലോ. ഓ ഓ ഓ ഓ അങ്ങനെ. പറഞ്ഞ പോലെ ഐഷു എന്ത് പറഞ്ഞു വന്നേ? അത് ഞാൻ പറഞ്ഞു വന്നത്, സിദ്ധു സാറിൻ്റെ അച്ഛൻ അന്വേഷിച്ച് നടന്ന ബാലനങ്ങളുടെ മകളില്ലേ, അതാണ് ദോ ഇല്ല നിൽക്കുന്ന അപ്പു. അത് കേട്ടതും അഖിലെ തലയ്ക്കടിയേറ്റതുപോലെയായി. അപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിന്നെ ഞാൻ അവന് എന്തൊക്കെയോ പിച്ചും പേയും പറയാൻ തുടങ്ങിയത് അവൻ്റെ അവസ്ഥ കണ്ട് സിദ്ധു ഒന്ന് ചിരിച്ചു. അതിനുശേഷം സിദ്ധു ഇടം കണ്ണിട്ട് അപ്പൂനെ ഒന്ന് നോക്കി. അപ്പൂന് അവൻ്റെ നോട്ടം ഇഷ്ടപ്പെട്ടില്ല. അവൾ തിരിഞ്ഞ് തൻ്റെ റൂമിലേക്ക് തന്നെ പോയി. ഇയാളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നു, എന്നെ കണ്ടിട്ടില്ലാത്തത് കൂട്ട്. അവൾ എന്തൊക്കെ പിറുപിറുത്തുകൊണ്ട് ബാൽക്കണിയിൽ ചെന്ന് താഴേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് തൻ്റെ പിറകിൽ തനിക്ക് ഏറ്റവും പരിചിതമായ ഒരു പെർഫ്യൂമിൻ്റെ ഗന്ധം. ഈ ഗന്ധം താൻ എവിടെയോ അറിഞ്ഞതുപോലെ.
അവൾ ഒരു നിമിഷം ആ പെർഫ്യൂമിൻ്റെ ഗന്ധം തൻ്റെ മൂക്കിലേക്ക് വലിച്ചു കയറ്റി. അപ്പോഴാണ് തൻ്റെ കൺമുന്നിലൂടെ താൻ കണ്ട സ്വപ്നം മിന്നിമറിഞ്ഞത്. അപ്പോൾ താൻ കണ്ട സ്വപ്നം അത് സത്യമാകുമോ എന്നാലോചിച്ചതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർപ്പ് കടന്നു പോയതുപോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നോക്കി. സിദ്ധു തൻ്റെ പിറകെ തന്നെ നോക്കി തന്നെ അവിടെ നിൽപ്പുണ്ട്. സാറെന്താ ഇവിടെ? അതെന്താടോ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അല്ല സാർ, ഇത് എൻ്റെ എനിക്കറിയാം തൻ്റെ ബെഡ്റൂമാണെന്ന്. അത് സാർ ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങോ പ്ലീസ്. അവർ രണ്ടുപേരും അവിടെ ഇല്ലേ? അവരെന്തെങ്കിലും തെറ്റായി ധരിക്കും. അവരൊന്നും തെറ്റിദ്ധരിക്കത്തില്ല. അവരുടെ രണ്ടുപേരുടെ അനുവാദത്തോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. സാർ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ കിടന്ന ചെയറിലേക്ക് അവൻ ഒന്നിരുന്നു. അതിനുശേഷം അതിന് ഓപ്പോസിറ്റായുള്ള ചെയറിലിരിക്കാൻ അവളോടും പറഞ്ഞു. അവൾ മനസ്സില്ലാ മനസ്സോടെ തന്നെ അവന് അഭിമുഖമായി ഇരുന്നു. അതിനുശേഷം അവനെ ഒന്ന് നോക്കി. തനിക്കറിയാമല്ലോ, തൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്ക് നിറവേറ്റാൻ വേണ്ടിയാണ് തന്നെ കൊണ്ട് എൻ്റെ അച്ഛൻ വിവാഹം കഴിപ്പിക്കാൻ പോന്നേ. എനിക്കറിയാം തനിക്കെന്നെ ഇഷ്ടമല്ല എന്നും തനിക്ക് ഒരിക്കലും എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പണായിട്ട് പറയും, എനിക്കും തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. എൻ്റെ ഭാവി ഭാര്യയെക്കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അതിലൊന്നും തന്നെ താനുമായിട്ടൊന്നും മാച്ച് ആകുന്നത് പോലുമില്ല. അതുമാത്രമല്ല, ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്കും എൻ്റെ സങ്കല്പത്തിലുമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. അവളെ വിവാഹം കഴിക്കണമെങ്കിൽ താൻ ഇഷ്ടമല്ല എന്ന് പറയണം. താൻ ഇനി എത്ര എതിർത്താലും അതെന്തായാലും അച്ഛനും അമ്മയും തന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്താലും നടത്തിക്കും. ഇപ്പോൾ നമ്മുടെ വിവാഹം കഴിയട്ടെ. 1 കൊല്ലം കഴിയുമ്പോൾ ഡൈവോഴ്സ് വാങ്ങിക്കാം. അതിനുശേഷം തനിക്ക് തൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എനിക്ക് എൻ്റെ ലൈഫുമായി മുന്നോട്ട് പോകാം. തന്നെ വിവാഹം കഴിച്ച് ഡൈവോഴ്സ് ചെയ്തത് കൊണ്ട് പിന്നീട് അവരാരും എൻ്റെ ജീവിതത്തിലേക്ക് നോക്കില്ല. എനിക്കിഷ്ടമുള്ള ആളുടെ ഒപ്പം അന്നേരം എനിക്ക് ജീവിക്കാം. അതുപോലെ തനിക്കും. അവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അവൾ തല ഉയർത്തി അവനെ നോക്കി. എന്നിട്ട് അവനോടായി പതിഞ്ഞ സ്വരത്തിൽ, അത് സാറിൻ്റെ അച്ഛനോടും അമ്മയോടും അങ്ങ് പറഞ്ഞാൽ പോരെ? സാറിന് എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന്. അതുമാത്രവുമല്ല, എനിക്കും സാറിനെ ഇഷ്ടമല്ല എന്ന് ഞാനും പറയാം. അല്ലാതെ എന്തിനാ അവരെ ഒരു വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്? അതുമാത്രമല്ല, ഒരേ ഒരു മകൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ അമ്മയുടെ ഉള്ളിലെ വേദന എത്രയായാലും മാറില്ല. അവരായി സാറിൻ്റെ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റി തൻ്റെ ജീവിതം ഇല്ലാതാക്കിയെന്നുള്ളൊരു വേദനയും കൂടി ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകും. അതുകൂടി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിന് ഞാൻ സമ്മതിക്കില്ല. സാർ എൻ്റെ അനുവാദം ചോദിക്കേണ്ട. ഞാൻ അച്ഛനോടും അമ്മയോടും എല്ലാം പറഞ്ഞോളാം. സാർ ഈ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട. സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ സാർ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയായിട്ട് വിവാഹം കഴിക്കാം. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റതും, എടോ, താൻ വിചാരിക്കുന്നത് പോലെ സാർ ഒന്നും പറയണ്ട. അമ്മയും അച്ഛനും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അതുപോരെ? അത്രയും പറഞ്ഞതും, ഓക്കെ, തന്നെ കൊണ്ടാവുമെങ്കിൽ താൻ നോക്കിക്കോ. അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇതിനിടയിൽ അപ്പുവും ഐഷുവും തങ്ങളുടേതായ ജീവിതം ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. ചെറിയ ചെറിയ പിണക്കവും അടിയും വഴക്കും ഒക്കെയായി അവർ തങ്ങളുടെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സിദ്ധുവും അഖിലും തങ്ങൾക്കുള്ള പുതിയ പുതിയ പ്രോജക്റ്റും അതിൻ്റെ പ്ലാനും അതിൻ്റെ ആവശ്യങ്ങൾക്കായി ഒരുപാട് മീറ്റിങ്സും കാര്യങ്ങളും അറ്റൻഡ് ചെയ്ത് രണ്ടുപേരും വളരെ ബിസിയായിരുന്നു. ഇതിനിടയിൽ കിട്ടുന്ന സമയങ്ങളെല്ലാം അടിച്ചു പൊളിക്കാനും അവർ 4 പേരും മറന്നിരുന്നില്ല. ഇതിനിടയിലാണ് അപ്പുവും ഐഷുവും സിദ്ധുവിൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. അവർക്കാർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എങ്കിലും തങ്ങൾ രണ്ടുപേരും ഇഷ്ടമില്ലാതെ ലൈഫിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നീട് ഒരു ഡൈവോഴ്സിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യവും വ്യക്തമാക്കി. അതോടുകൂടി അവരിരുവരും തങ്ങളുടെ കടുംപിടുത്തത്തിൽ നിന്നും ഒന്നയഞ്ഞു. തനിക്കുള്ള ഒരേ ഒരു മകൻ, അവൻ്റെ ലൈഫിൽ അവൻ്റെ ബെസ്റ്റ് പാർട്ട്ണറായി വരേണ്ട ആളെ അവൻ തന്നെ സെലക്ട് ചെയ്തപ്പോൾ പിന്നീട് ഇനി അവിടെ ഒന്നും പറയാൻ തങ്ങൾക്ക് യാതൊരു വോയിസുമില്ല എന്ന് അവർ മനസ്സിലാക്കി. അതിനുശേഷം ഒന്നും തന്നെ പറയാനോ ഒന്നും ചോദിക്കാനോ അവർ നിന്നില്ല. പിന്നീട് സിദ്ധുവിൻ്റെ അഭിപ്രായപ്രകാരം തന്നെ ആഗ്രഹപ്രകാരം അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അവർ വിവാഹം ആലോചിച്ചു. മേഘ്ന, അവൻ പറഞ്ഞതുപോലെ തന്നെ നല്ല മോഡേൺ പെൺകുട്ടി, അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അവർ രണ്ടുപേരും നല്ല മാച്ചിങ് ജോഡിയാണെന്ന്
അപ്പു ഐഷുവും ഒരേപോലെ തന്നെ ദേവുവിനെ പറഞ്ഞ് മനസ്സിലാക്കി. ദേവുവിന് അവളെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ തൻ്റെ ഒരേ ഒരു മകൻ്റെ ആഗ്രഹം അവൻ കണ്ടെത്തിയ അവൻ്റെ പെണ്ണിനെ അവർ അതുപോലെ തന്നെ ഉൾക്കൊള്ളാൻ അവരും ശ്രമിച്ചു. അങ്ങനെ നാളെയാണ് സിദ്ധുവിൻ്റെയും മേഘ്നയുടെയും എൻഗേജ്മെൻറ്റ്. അതിന് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തന്നെ അപ്പുവും ഐഷുവും അന്ന് നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഓഫീസിൽ ഉള്ള വിരലിലെണ്ണാവുന്ന കുറച്ച് പേരോട് മാത്രം സിദ്ധു എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ അപ്പുവിനോടും ഐഷുവിനോടും തലേന്ന് തന്നെ വീട്ടിലെത്തിയിരിക്കണം എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും ധൃതി പിടിച്ച് പർച്ചേസിന് പോകുന്നത്. ദേവു ആണെങ്കിൽ വിളിയുടെ പുറത്ത് വിളി. ഇപ്പോൾ ദേവുവിൻ്റെ 2 പെൺമക്കളാണ് ഐഷുവും അപ്പുവും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ധൃതിയിൽ മാളിൽ ചെന്ന് തങ്ങൾക്ക് വേണ്ടുന്ന ഡ്രസ്സുകളെല്ലാം പർച്ചേസ് ചെയ്ത് അതിന് വേണ്ടുന്ന ഓർണമെൻറ്റ്സും എല്ലാം അങ്ങ് നേരെ സിദ്ധുവിൻ്റെ വീട്ടിലേക്കാണ് രണ്ടുപേരും വിട്ടത്. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. എൻഗേജ്മെൻറ്റിനുള്ള ഒരുക്കങ്ങളും എല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയാണ് അപ്പു മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറച്ച് ദിവസമായി തങ്ങളെ വാച്ച് ചെയ്ത് ആരൊക്കെ തങ്ങളുടെ പിറകെ തന്നെയുണ്ട്. ആരാണെന്ന് അവർക്കറിയില്ല. പക്ഷെ അത് നല്ലതല്ല എന്ന് മാത്രം അപ്പുവിനറിയാം. അവൾ സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് കയറുന്നത് വരെ തങ്ങളുടെ പിറകിൽ ഒരു വണ്ടിയുള്ള കാര്യം മാധവിനോട് പറഞ്ഞു. മാധവ് CC ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ്, അവരെ വാച്ച് ചെയ്ത് അവർ വീട്ടിലേക്ക് കയറുന്നത് വരെ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. തങ്ങളെ വാച്ച് ചെയ്ത് പിറകെ വന്ന വാഹനം ഏതാണെന്ന് കണ്ടെത്താമെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്നും മാധവ് അപ്പുവിന് ഉറപ്പു നൽകി. പിന്നീട് എല്ലാവരും എൻഗേജ്മെൻറ്റിൻ്റെ തിരക്കിലായിരുന്നു. എൻഗേജ്മെൻറ്റ് അതിഗംഭീരമായി തന്നെ നടന്നു. എല്ലാ ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ മേഘ്നയെ സിദ്ധു എൻഗേജ്മെൻറ്റ് റിംഗ് അണിയിച്ചു. പക്ഷേ മേഘ്ന ഒരു വെറൈറ്റി സ്വഭാവക്കാരിയായിരുന്നു. ദേവുവിനാണെങ്കിൽ ഒട്ടും തന്നെ അവളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതേ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ദേവുവിനെയോ സിദ്ധുവിൻ്റെ അച്ഛനെയോ മേഘ്നയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അവൾക്ക് പണത്തിൻ്റെ ഗർവ്, തലയ്ക്ക് പിടിച്ച രീതിയിൽ തന്നെയുള്ള സ്വഭാവം. അതിനൊക്കെ ഉപരി അപ്പുവിനെയും ഐഷുവിനെയും കണ്ണെടുത്ത് അവൾക്ക് കണ്ടുകൂടാ. ദേവു അവരോട് കൂടുതൽ സംസാരിക്കുന്നതും അവൾക്കിഷ്ടമല്ല. ഇതിനിടയിൽ തന്നെ അവർ രണ്ടുപേരും ഒന്നുരസിയിരുന്നു. ദേവു അവളോട് കൂടുതൽ സംസാരിക്കുന്നത് മേഘ്നയ്ക്ക് ഇഷ്ടമല്ല എന്ന് ആ ഒരൊറ്റ പ്രവൃത്തിയിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. ഇനി ഇങ്ങോട്ട് വരരുതെന്നും അവളോട് വാൺ ചെയ്തിരുന്നു. അത് ദേവു കേട്ടു. എൻ്റെ മോൾ ഇവിടെ വരരുതെന്ന് പറയാൻ നിനക്ക് യാതൊരു അവകാശമില്ല എന്ന് ദേവു അപ്പോൾ തന്നെ പറഞ്ഞു. ഇല്ലമ്മ, അങ്ങനെയല്ല. ഇനി അമ്മയുടെ മകൾ മേഘ്നയാണ്, ഞാനല്ല. അതുകൊണ്ട് മേഘ്നയ്ക്ക് വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണ്ടേന്ന് മേഘ്നയെ നിർത്തിക്കൊണ്ട് തന്നെ അപ്പു ദേവുവിനോടായി പറഞ്ഞ് മനസ്സിലാക്കി. ഇല്ല മേഘ്ന, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. ഇനി നിങ്ങളുടെ വിവാഹത്തിന് മണ്ഡപത്തിലേക്ക് എത്തുക മാത്രമേ ഞാൻ ചെയ്യൂ. ഇനി ഒരിക്കലും നിങ്ങളുടെ കൺമുന്നിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഞാൻ വരില്ല എന്ന് ഉറപ്പ് അവൾക്ക് നൽകി. അഖിലിനെ സിദ്ധുവിൽ നിന്നും അകറ്റാനുള്ള പ്ലാനിങ്ങായി. പിന്നീട് അഖിലിനെ ഒരു കാരണവശാലും സിദ്ധുവിൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റാൻ സാധിക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. സിദ്ധുവിൻ അഖിലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ അതിനെ അവനാവുന്ന രീതിയിൽ തന്നെ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ സിദ്ധുവിൻ്റെ ജീവിതത്തിൽ നിന്ന് അഖിലിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി അവനെ ഏതെങ്കിലും രീതിയിൽ തന്നെ അകറ്റണമെന്നുള്ള പ്ലാനിങ്ങിലായി. പക്ഷേ അഖിലിനെ അകറ്റിയാൽ അത് താൻ കാരണമാണ് അവൻ അകന്നു പോയെന്നറിഞ്ഞാൽ തനിക്ക് സിദ്ധുവിനെ നഷ്ടപ്പെടുമെന്ന് അവൾക്ക് ഉറപ്പായി. അതുകൊണ്ട് ഒരു അവസരത്തിനായി അവൾ കാത്തിരുന്നു. സിദ്ധുവിൻ്റെ നിർബന്ധപ്രകാരം തന്നെ മേഘ്നയുടെയും അവൻ്റെ വിവാഹം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ നടത്താമെന്ന് തീർപ്പായി. എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ അപ്പുവും ഐഷുവും അവിടെ നിന്നും ഇറങ്ങി. ദേവു ഒരുപാട് പറഞ്ഞു നോക്കി, എങ്കിലും അവൾ അതിന് കൂട്ടാക്കിയില്ല. അന്ന് തന്നെ അവിടെ നിന്നും അവൾ പോയിരുന്നു. പിന്നീട് അങ്ങോട്ട് സിദ്ധുവിൻ്റെ വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കമായിരുന്നു. അഖിലിനായിരുന്നു പിന്നീട് ബിസിനസ്സിൻ്റെ എല്ലാ ചുമതലയും. സിദ്ധു ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നു. ഡ്രസ് പർച്ചേസിങ്ങും മേഘ്നയുടെ കൂടെയുള്ള ഔട്ടിങ്ങും കാര്യങ്ങളും എല്ലാമായി അവൻ്റെ ശ്രദ്ധ ബിസിനസ്സിൽ നിന്ന് തിരിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ മാധവ് ആ സ്ഥാനം ഏറ്റെടുത്ത് ബിസിനസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. ഇതിനിടയിൽ തന്നെ ഐഷുവും അപ്പുവും മേഘ്നയെക്കുറിച്ച് ഒന്ന് ചെറുതായി അന്വേഷിച്ചു. അതുമാത്രമല്ല, പലപ്പോഴായി
അഖിലിനോടുള്ള അവളുടെ വെറുപ്പും അവർ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അഖിലിൻ്റെ മേൽ അവരിരുവരുടെയും ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അഖിലിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് അവരറിയുന്നത്. പക്ഷേ അത് ഒരു സ്വാഭാവികമായ രീതിയിലുള്ള ആക്സിഡൻ്റ് അല്ല എന്ന് അപ്പുവിനും ഐഷുവിനും അപ്പോൾ തന്നെ മനസ്സിലായി. അവരിരുവരും ഹോസ്പിറ്റലിലെത്തി. എങ്ങനെയാണ് നടന്നത്? താൻ വരുന്ന വഴിക്ക് ഒരു വാഹനം തൻ്റെ നേർക്ക് തന്നെ കൊല്ലാനായുള്ള രീതിയിൽ തന്നെ വന്നു. താൻ വെട്ടിച്ചത് കൊണ്ട് മാത്രമാണ് തനിക്ക് ഇത്രത്തോളം മാത്രം പരിക്കുണ്ടായത്. അവൻ പറഞ്ഞതും അവർക്ക് ഉറപ്പായി അത് മേഘ്നയുടെ കൈയാണെന്ന്. ഐഷു പതിയെ അഖിലിൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് അവളെന്താ തന്നോട് ഇത്രത്തോളം അടുത്തിരിക്കുന്നത് എന്താണെന്നറിയാത്ത രീതിയിൽ അവൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചു. എന്താടോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ ഇന്നോളം തൻ്റെ അടുത്ത് ഇത്രത്തോളം ഇരിക്കുക അവളുടെ കണ്ണൊന്ന് നിറഞ്ഞോ അവൻ കണ്ടിട്ടില്ല. അവൻ പതിയെ അവിടെ നിന്നും ഒന്ന് എഴുന്നേറ്റിരുന്നു. ഐഷു എന്തെന്നർത്ഥത്തിൽ അഖിൽ അവളെ ഒന്ന് വിളിച്ചു. ഐഷു കണ്ണുകൾ നിറച്ച് അവനെ ഒന്ന് നോക്കി. പിന്നീട് തൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അവനോട് പറഞ്ഞു, ഇത് ഒരു സ്വാഭാവികമായി ഉണ്ടായ ആക്സിഡൻ്റ് അല്ല. അഖിലേട്ടന് എന്നോട് ദേഷ്യം തോന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ചിലപ്പോഴെൻ്റെ സംശയം മാത്രമായിരിക്കും. എനിക്കറിയാടോ ഇതിൻ്റെ പിറകെ മേഘ്നയാണെന്ന്. അവൻ്റെ തുറന്നു പറച്ചിൽ അപ്പുവിനെ ഐഷുവിനെ ഒരുപോലെ തന്നെ ഞെട്ടിച്ചു. ഇത് അഖിലേട്ടനെ അറിയാം? എടോ ഇത് മാത്രമല്ലടോ, ഇതിനു മുമ്പും പല തവണ പല വണ്ടികളും എൻ്റെ നേരെ വന്നിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് ഞാൻ അതിൽ നിന്നും എല്ലാം രക്ഷപ്പെടുന്നത്. പക്ഷെ തുടർച്ചയായി എന്നെ ഇടിക്കാനായി ഒരു വാഹനം നടക്കുന്നത് മനസ്സിലാക്കി ഞാൻ അതിൻ്റെ പിറകെ ഒന്ന് അന്വേഷിച്ചിറങ്ങി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മേഘ്നയാണെന്ന്. പിന്നെ മേഘ്നയ്ക്ക് എന്നോടുള്ള ദേഷ്യത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ സിദ്ധുവിനോട് കൂടുതൽ അടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതെന്താ കാരണമെന്ന് മാത്രം എനിക്കറിയില്ല. അത്രയും പറഞ്ഞതും എല്ലാ കാര്യങ്ങളും അഖിലിന് അറിയാമെന്ന് മനസ്സിലായതും ഐഷുവും അപ്പുവും മുഖാമുഖം ഒന്ന് നോക്കി ആശ്വാസപ്പെട്ടു. അതിനുശേഷം ഐഷു അഖിലിനോടായി, നമ്മൾ രണ്ടുപേരും ഒരേ ഫ്ലാറ്റിൽ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഇനി 3 പേർക്കും കൂടി ഒരുമിച്ച് ഒരു വാഹനത്തിൽ ഓഫീസിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യാം. അതെന്താടോ ഇപ്പോൾ അങ്ങനെ? അതങ്ങനെയാ. അത്രയും പറഞ്ഞ് അവൾ ചിരിച്ചവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൂരെ നോക്കി, അതെന്താടി അവൾ അങ്ങനെ പറഞ്ഞ്? എൻ്റെ പൊട്ട, അവൾക്ക് നിങ്ങളോട് അസ്ഥിക്ക് വിരിച്ച പ്രണയവാ. നിങ്ങൾക്കിങ്ങനെ വയ്യാതെ കിടന്നതും അവൾ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിരുന്നിട്ടും ഇതൊന്നും മനസ്സിലായില്ലയോ പൊട്ട? അവൾ അവനോട് വ്യക്തമായ രീതിയിൽ തുറന്നടിച്ച് സംസാരിച്ചതും അവൻ ഐഷു പോയ വഴിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഇനി നോക്കണ്ട, അവളിനി ഇങ്ങോട്ട് വരില്ല. ഞാനെല്ലാം തുറന്നു പറയുന്ന അവൾക്ക് നല്ലപോലെ അറിയാം. ഇനി അഖിലേട്ടനെ ഫേസ് ചെയ്യാൻ നമുക്ക് ചമ്മല. ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. അതിന് ശേഷം വേണം ആ കുരിപ്പിനെ പിടിച്ചു നിർത്തി ഒന്ന് ചോദിക്കാൻ. ഓ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം. അവൾ ഇപ്പോൾ ഉടനെ പറയും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്. എന്തേ അവൾ പറയില്ലേ? ഓ അതല്ലേ പറഞ്ഞ, പെട്ടെന്ന് ചെല്ല്. എൻ്റെ പൊന്നു മനുഷ്യ, ഒരു പൂവായിട്ട് ചെന്ന് അവളുടെ മുന്നിൽ നിന്ന് അവളെ പ്രപ്പോസ് ചെയ്യുക. അവൾ അന്നേരം അവളുടെ മനസ്സിലുള്ളത് തുറന്ന് നിങ്ങളോട് പറയും. പിന്നെ എൻ്റെ ഐഷുവിനെ കരയിക്കൊന്നും ചെയ്യതട്ടോ. എൻ്റെ ഐഷുവിന് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആഹാ, അപ്പം ഞാനോ? അഖിൽ അപ്പുവിനോടായി ചോദിച്ചു. ഇപ്പോൾ അഖിലേട്ടനും ഉണ്ട്.